അപ്പോൾ നമ്മളെ പെരുന്നാളിലെ ഫസ്റ്റ് ഡേക്ക് ഇറങ്ങാൻ പോവാ. ഇതാണ് നമ്മളെ ഡ്രസ്സുകൾ. അവൻ്റെ ഡ്രസ്സ് ഇത് എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മളെ ഡ്രസ്സ്. കുഴപ്പമില്ല. ഞങ്ങളുടെ ഗ്യാങ് മൊത്തം ബ്ലാക്ക് ആണ്. അത് ശരി, ജമാലക്കാരല്ല ആ ഗ്യാങ്. ബാക്കി ലാസ്റ്റ് ഡേ ഞങ്ങൾ പ്രസിദ്ധേന്തികളാണ്. ഞങ്ങളാണ് ഈ പ്രാവശ്യം 149 ലേഡീസ് നടത്തണേ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേ എല്ലാവരും മാച്ചാണ്. അതെ അതെ അതെ. അപ്പോൾ ശരി, എന്നാൽ പോകാം നമുക്ക്. 3 ദിവസത്തെ ഒന്നിച്ചാട്ടാ ഞാൻ കാണിക്കണം പെരുന്നാൾ. അപ്പോൾ ഇത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇതാണ് നമ്മുടെ മാർട്ടിൻ പുണ്യാളൻ. വെള്ളിയാഴ്ച കൊടി കയറുന്ന ദിവസം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ചെണ്ടമേളം തുടങ്ങി. അപ്പോൾ ഇവർ അമ്മന എല്ലാ ദിവസവും അമ്മനെ കുരിശ് പിടിക്കുക. കാരണം എന്താ വെച്ചാൽ അവനല്ല ഹൈറ്റുള്ളവർക്കൊന്നും പിടിക്കാൻ പറ്റില്ല. കൈക്കാരന്മാർ കൊടി കയറാൻ ഇത് കൊടിമരത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പ്രദക്ഷിണമായിട്ട് പോവാം. അപ്പോൾ അതേ ഓൾട്ടർ ബോയ്സൊക്കെ നല്ല രസമല്ല, ഓൾട്ടർ ബോയ്സ് ഇങ്ങനെ നിൽക്കണ കാണാൻ. അപ്പോൾ അതിന് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ എടപ്പള്ളി പള്ളി വികാരിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ മെയിൻ കുർബാന ചൊല്ലിയത് സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വികാരിച്ചനാണ്. നല്ല കുർബാനയായിരുന്നു കേട്ടോ. ലാറ്റിൻ കുർബാനയായിരുന്നു. എനിക്ക് വലിയ പിടിയില്ല. 2-3 പാട്ടുകൾ അവരുടെ, ബാക്കിയെല്ലാം കോമൺ ആയിട്ടുള്ള പാട്ടുകൾ. ഇത് നമ്മുടെ കൊയർ ടീം, ഫുൾ കൊയർ ഉണ്ടെന്ന്. വെള്ളി ശനി ഞായർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഞങ്ങൾ കുറച്ച് പേര് ബ്ലാക്ക്. ബാക്കി വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ പ്രസിദ്ധേന്തികൾക്ക് യൂണിഫോം ഇല്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ച നമ്മളെല്ലാവരും ബ്ലൂ കളർ ഷെയ്ഡായിരുന്നു. ഞായറാഴ്ച എല്ലാവരും യൂണിഫോം ആയിരുന്നു. ഒരുപോലത്തെ സാരി എല്ലാവർക്കും എടുത്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാട്ടോ വെള്ളിയാഴ്ച ദിവസത്തെ കുർബാനയ്ക്ക് അച്ഛൻ അവിടെ നിന്നും ഓൾട്ടർ ബോയ്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്കെല്ലാം അറിയില്ലല്ലോ, നമ്മുടെ അവരുടെയും കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ കുട്ടികളും ഉണ്ട്, ഇവരും ഉണ്ട്. നല്ല കുർബാനയായിരുന്നു. ഈ അച്ഛൻ്റെ കുർബാന എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട്. ഞാൻ ആ പള്ളിയിൽ പോകാത്തതുകൊണ്ട് എനിക്കറിയില്ല. നല്ല പാട്ടും നല്ല പ്രാർത്ഥനയും, കുറച്ച് ലെങ്തി കുർബാനയാണ്. ഇത് നമ്മുടെ നാൻസി ആട്ടോ ബൈബിൾ വായിച്ചത്, നമ്മുടെ ജേസൺ ചേട്ടൻ്റെ ഭാര്യ നാൻസി. അത് കഴിഞ്ഞ് കുർബാനയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചായയും നല്ല ചൂട് പഴംപൊരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മീറ്റിംഗ് ഉണ്ടായിരുന്നു പ്രസിദ്ധേന്തികളുടെ. ഞാൻ മീറ്റിങ്ങിന് നിന്നില്ല, ഞാൻ ചായ കുടിച്ചിട്ട് വേഗം പ്രാക്ടീസിന് പോയി. അപ്പം ഞങ്ങൾ എനിക്ക് ഇഷ്ടമാണ് പഴംപൊരി. അങ്ങനെ ചൂടും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് അവർ മീറ്റിങ്ങിന് ഇരുന്നു. ഒന്ന് നോക്കാം പ്ലീസ്. അനുവിന്റെ ബാഗ് കാണത്തില്ലേ? സൂപ്പർ. ഇത് നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, തൂക്കിയിട്ട്. ഇത് മാത്രമല്ല, ഫൈനൽ ഒന്നും കൂടിയും കുറേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തുനിന്നുള്ള കൊടിമരത്തിൻ്റെ അവിടെ നിന്നും പുറത്തത്തെ വ്യൂ ആട്ടോ. പുറത്തത്തെ മാതാവിൻ്റെ അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നമ്മുടെ വലിയ പള്ളിയൊന്നുമല്ല, പക്ഷേ ഉള്ളത് നല്ല രീതിയിൽ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ കൊയർ പ്രാക്ടീസായിരുന്നു. നമ്മുടെ സിസ്റ്റേഴ്സ് ഡെക്കറേറ്റ് ചെയ്യട്ടെ. അതായത് സിസ്റ്റർ ലീമിയാണ്. സിസ്റ്റർ ലീമിയാണ് നല്ല കൂട്ടാണ്. അത് സിസ്റ്റർ നാൻസി. നമ്മുടെ ലോറേറ്റ ഭവനിലത്തെ 2 മഠങ്ങളുണ്ട് നമ്മുടെ ഈ പള്ളിയിൽ. CMC സിസ്റ്റേഴ്സും ഉണ്ട്, ലോറേറ്റ ഭവനിലത്തെ സിസ്റ്റേഴ്സും ഉണ്ട്. അവരാണ് ഫുൾ പെരുന്നാളും ആകുമ്പോഴും അല്ലെങ്കിലും ഫുൾ ഡെക്കറേഷൻ അവരല്ലേ. ശരിക്കും സമ്മതിക്കാനായിട്ട് അവരെ കഷ്ടപ്പെടും. എന്തോരം കഷ്ടപ്പാടാണെന്നറിയോ. ഇങ്ങനെ ഇരുന്ന് പണിയാൻ അവർക്ക് ഒരു നല്ല ക്ഷമ വേണം. പക്ഷെ അത് അവർക്കുണ്ട്. നാൻസി ഞാനും മാത്രമായി ലാസ്റ്റ്. ഇത് സിസ്റ്റർ ഹെലൻ എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞത് ഞാൻ ശരിക്കും എടുത്തു. ഇത് സിസ്റ്റർ മരിയ സ്പെക്സ് വെച്ചത് അമ്മൻ്റെ സൺഡേ കാഡ്സം പഠിപ്പിക്കുന്ന സിസ്റ്റർ ആട്ടാ. അവരിരുന്ന് കണ്ട ഭയങ്കര ക്ഷമയോട് കൂടിയിട്ടിരുന്ന്. രാത്രി ലേറ്റായി, ഭയങ്കര മഴയായിരുന്നു. ഇടിവെട്ടും മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിവെട്ട് നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും അത്ര ഇറങ്ങി വെട്ടിയിട്ടില്ല. അങ്ങനെയായിരുന്നു. ഇത് പിറ്റേ ദിവസമായിട്ടാണ് ശനിയാഴ്ച. ഇത് കണ്ടിരിക്കാനുണ്ട നമ്മൾ ഈ കളറാണ് നമ്മുടെ സാരി. ശരിക്കും ഒരു ലാവൻഡർ കളറാണ്. അതിന് മാച്ച് ചെയ്തിട്ട് പ്രസിദ്ധേന്തികൾക്ക് തലയിൽ വെക്കാനുള്ളത്. പുറത്തുനിന്ന് ഓർക്കസ്ട്ര ചേട്ടന്മാരുണ്ടായിരുന്നിട്ട്. ഇത് നമ്മുടെ ജോസഫായിട്ടും ഫ്ലൂട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ബിജു ചേട്ടനായിരുന്നു ഓർക്കസ്ട്രേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കീബോർഡ്.
പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമുക്ക് ചായയും കോഴിക്കോട്ടയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി, സമയമില്ലല്ലോ. ഞാൻ പള്ളിയിലേക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ വീട്ടിൽ പോയി വരാനുള്ള സമയമില്ല. കാരണം നമ്മൾ തുടങ്ങിയപ്പോൾ ലേറ്റായി, 5 മണിക്കായിരുന്നു കുർബാന. അങ്ങനെ അത് കഴിഞ്ഞത് ഇപ്പോൾ ഇതാണ് കേട്ടോ, ബ്ലൂ. എല്ലാവരും ബ്ലൂ കളറ്, പല പല ഷെയ്ഡാണ്, എല്ലാവരും ബ്ലൂ ആണ്. എൻ്റെ പുതിയ ചുരിദാർ തയ്ച്ചതാണ്. ഇത് ലീന ചേച്ചി. ഞങ്ങൾ ഈ കേരളത്തിൽ 3 പേരും പ്രതിനിധികളായിരുന്നു. കണ്ട ബ്ലൂ. ഫസ്റ്റ് 6 ബെഞ്ചസ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിനിധികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഈ കുർബാന, ഈ അച്ഛൻ്റെയും കുർബാന നല്ലായിരുന്നു. ഒരു അപ്പാടൻ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ, ആൻ്റണി അപ്പാടൻ എന്ന് പറഞ്ഞിട്ടൊരു അച്ഛനായിരുന്നു. കാഴ്ചവെപ്പ് നമ്മളല്ലായിരുന്നു, നമ്മൾ ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ കാഴ്ചവെപ്പ്. ഇത് സീനിയേഴ്സ്, നമ്മുടെ പള്ളിയിലത്തെ മെയിൻ ആൾക്കാരുടെ കൈക്കാരന്മാരും പിന്നെ ഓരോ കമ്മിറ്റി മെമ്പേഴ്സും അവരൊക്കെ കൂടിയിട്ടുള്ള കാഴ്ചവെപ്പായിരുന്നു. ഓൾട്ടർ ബോയ്സ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ അവർ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണിക്കും പണിയെടുക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാ ഓൾട്ടർ ബോയ്സും ഉണ്ടാവും പെരുന്നാളുടെ സമയത്ത്. ബ്ലൂ എല്ലാവരും ഒരുപോലെയൊക്കെ ഇട്ടിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം ഞാനും ക്രിസ്റ്റു അറിയാണ്ടാണെങ്കിലും ഞങ്ങൾ കൊയറിൽ അവരും ഞങ്ങളുടെ പോലെ ബ്ലൂ ഇട്ടു. ജോയലിട്ടാ, ക്രിസ്റ്റുവിൻ്റെ അപ്പുറത്തേക്കുണ്ട് ജോയലാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് ശനിയും ഞായറും, വെള്ളിയാഴ്ച മാത്രമേ പ്രദക്ഷിണം ഇല്ലാത്തുള്ളൂ. ശനിയും ഞായറും നമുക്ക് പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ട മഴ, കുർബാനയുടെ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പ്രദക്ഷിണം നടക്കില്ലാന്ന്. പക്ഷേ അത് പുണ്യാളുടെ അനുഗ്രഹം ആ സമയത്ത് കറക്റ്റ് നിന്നു. കുറേ കാറ്റീസം കുട്ടികൾ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നിട്ട് അവരെ കുട പിടിച്ച് അവർക്ക് കുട കൊടുത്തേക്കണ കണ്ട കളർ കുടകൾ. അത് അച്ഛന് നിർബന്ധമായിരുന്നു ഈ പ്രാവശ്യം പക്ഷേ കുറേ കുട്ടികൾ വന്നു. സാധാരണ അങ്ങനെ കുട്ടികൾ ഉണ്ടാവാറില്ല പ്രദക്ഷിണത്തിൽ. ഈ പ്രാവശ്യം കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഇത് പെണ്ണുങ്ങളുടെ ശിങ്കാരിമേളം കണ്ട നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പ്രദക്ഷിണം വരുന്നു. പിന്നെ നമ്മൾ പ്രസിദ്ധീകൾ ഇവരുടെ പിന്നാലെ ബ്ലൂ കളറ്, എല്ലാവരും ബ്ലൂ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച. അപ്പോൾ കുറച്ച് പേര്, കൂടുതൽ പേരും ബ്ലൂ ആയിരുന്നു, കുറച്ച് പേര് ഇതായിരുന്നു. എന്നിട്ട് ഞാൻ പോയില്ല പ്രദക്ഷിണത്തിന്. കാരണം ഞാൻ ആ സമയത്ത് ഇവിടെ ലബീനിൻ്റെ പാട്ട് പാടുന്നതുകൊണ്ട് ഇവരൊക്കെ ഓൾറെഡി പോയി. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ പോകാൻ ഇഷ്ടമില്ല കണ്ടത്. അപ്പോൾ ഞാൻ മേലെന്ന് ഞങ്ങൾ കൊയറിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്ത് നിന്നിട്ട് ഇവരെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കുരിശ് പിടിച്ചിട്ട് കണ്ട 2 ദിവസവും അവൻ നന്നായിട്ട് നടന്നുണ്ട്. കുരിശ് പിടിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, പക്ഷേ അതൊരു പുണ്യമായിട്ട് കരുതുന്നു. അത് ഭാഗ്യമല്ലേ, എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ. പിന്നെ അവനത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞായറാഴ്ച അവന് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ പിടിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവന് അത് പിടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്, എത്ര ഇതാണെങ്കിലും അത് അവന് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബാൻഡ് സെറ്റ് വന്ന കാലാണ് കറക്റ്റ് പെരുന്നാളുടെ ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. ആ പെരുന്നാളിൻ്റെ കറക്റ്റ് വൈബ് കിട്ടണമെങ്കിൽ ബാൻഡ് സെറ്റിൻ്റെ ആ ഒരു ടോൺ വേണം. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ബാൻഡ് സെറ്റാണ്. അത് വരുമ്പോൾ അത് കറക്റ്റാണ്. എന്തോരം ഇപ്പോൾ പ്രദക്ഷിണത്തിനൊക്കെ പണ്ട് പോയിട്ടുള്ളതെന്നറിയാം. ഇപ്പോൾ ഇവിടെ പാടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പ്രദക്ഷിണത്തിന് പോകാൻ പറ്റാറില്ല. അപ്പോൾ അവരുടെ പ്രദക്ഷിണം പോയ സമയത്ത് ഞങ്ങൾ കൊയർ ടീം എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കണ്ട ലൈറ്റ് നല്ല രസമായിട്ട്, ഉള്ളിലൊക്കെ നന്നായിട്ട് നല്ല ഹെവി ആയിട്ട് ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓൾട്ടർമയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഓൾട്ടർമ കണ്ട അത് അവിടെ പോയിട്ട് എടുക്കാൻ വിട്ടുപോയി. നമ്മുടെ റീനു പ്രദക്ഷിണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ അന്ന പ്രദക്ഷിണം നോക്കി നിൽക്കുക, അവളും പോയിട്ടുണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് മേലെന്ന് പുറത്തുനിന്നുള്ള വ്യൂ കണ്ട കപ്പേള കപ്പേള കാണുമ്പോൾ സങ്കടം വരുന്നു. ഇപ്പം മെട്രോൻ്റെ ഇതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പൊളിക്കും അത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ലാസ്റ്റ് പെരുന്നാളിനെയും കൂടി ഇത് ലാസ്റ്റ് പെരുന്നാളാണ് കപ്പേളയുള്ളത്. ഇനി അത് പോവും, അവിടെ മെട്രോ പണി നടക്കാം. കണ്ട ഇവിടെ നിന്നുള്ള വ്യൂ കണ്ട. അപ്പോഴേക്കും പ്രദക്ഷിണം കയറി വന്നു കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ പ്രദക്ഷിണം. നല്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മഴയാണെങ്കിലും മഴ ആ സമയത്തില്ലെങ്കിലും കുർബാന നേരത്തുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു ആൾക്കാരധികം പോവില്ല എന്ന്. പക്ഷേ ഒരുവിധം എല്ലാവരും പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസിദ്ധീകളെല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോ 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ സെഷനാണ് ഇത്. നമ്മുടെ സരിത. ഇനി ഓരോരുത്തരും പേരെടുത്ത് പറയേണ്ട, ഒരാളുടെ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും വിഷമവും. ഇത് ഞങ്ങളുടെ യൂണിറ്റിലത്തെ മാത്രമല്ല, കൂടുതലും യൂണിറ്റിലത്തെ ബന്ദേജി, നമ്മുടെ ജീനി എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളുടെ യൂണിറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകളുള്ള യൂണിറ്റ്. അപ്പം ഞങ്ങളുടെ ഗ്യാങ്ങൊക്കെ ഈ പ്രാവശ്യം താഴെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഞായറാഴ്ച ഞാൻ നിന്നു, ഇവരൊക്കെ വീണ്ടും ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ കിട്ടിയിട്ടില്ല, ഫോട്ടോഗ്രാഫർ എടുത്ത്. നമ്മളെടുത്ത്
ഇത്ര ക്ലാരിറ്റി കുറയുമല്ലോ. പക്ഷേ അതിലിത് അപ്പോഴേക്കും ജീന ചേച്ചി വന്നു. ജീന ചേച്ചിയും പ്രസിദ്ധി ആയിരുന്നു കേട്ടോ അവരുടെ യൂണിറ്റിലത്തെ. ജീന ചേച്ചി ഓഫായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ മാത്രം പ്രസിദ്ധികളത് 17 അങ്ങോട്ട് പേര് 17-18 പേരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ യൂണിറ്റിലത്തെയാണ്. പച്ച ഞങ്ങളുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നീലിമ നമ്മുടെ യൂണിറ്റിലത്തെ ആണെങ്കിലും നീലിമ ഈ പ്രാവശ്യം പ്രസിഡൻറ്റ് ആയിരുന്നില്ല. കണ്ട നീലിമയും മോനൊക്കെ ഞങ്ങളപ്പോൾ എല്ലാവരും ഇതേ അപ്പോഴേക്കും അനുവിൻ്റെ ഫാദറും മദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതേ അനീന, ഓശു കണ്ട അടുത്ത കല്യാണ പെണ്ണാണ് ഓശു. അപ്പം അനു വേഗം പോയി, കാരണം അവർക്ക് വീട്ടിൽ ഗസ്റ്റുകളുണ്ടായിരുന്നു. കണ്ട മാറ്റി പുണ്യാളുടെ ഇത് കണ്ട ഭയങ്കര ഭയങ്കര പ്രത്യക്ഷമുള്ള പുണ്യാളാണ്. എനിക്ക് നല്ല അനുഭവം ഉണ്ട്. ഇപ്പോൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. അതിപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം തെണ്ടി തിരിഞ്ഞ് നടന്നു. മഴ കാരണം ഒറ്റ സ്റ്റോളിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ജേസൻ ചേട്ടൻ്റെ മോള് ജിയ, നാൻസി, അനു ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് സ്റ്റോളിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. ഓൾട്ടർ ബോയ്സ് സ്റ്റോൾ ഇട്ടുണ്ടായിരുന്നു. 2 സ്റ്റോളാണ്, ഒന്ന് ഐസ്ക്രീമിൻ്റെയും ഒന്ന് ഗെയിംസിൻ്റെയും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ദേയാമനൊക്കെ ഗെയിംസിൻ്റെയാണ്, ജൂനിയേഴ്സ് ഗെയിംസും സീനിയേഴ്സ് ഐസ്ക്രീം സ്റ്റോളും ആയിരുന്നു. അപ്പോൾ ഇവർ എന്തിട്ടാണ് സാധാ ഗെയിംസുകളാണ്, കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിംസുകൾ അതൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അവനെ കണ്ടു കിട്ടാണ്ടായിരുന്നില്ല. കഴിഞ്ഞ വഴിക്ക് തന്നെ അവനെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചിട്ട് കാണാണ്ടായിരുന്നില്ല. എപ്പോഴും നോക്കുമ്പോഴാണ് സ്റ്റോളിലായിരുന്നു. അങ്ങനെ ലാസ്റ്റാണ് അവൻ്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ കിട്ടിയത്, എല്ലാം കഴിഞ്ഞതിന് ശേഷം. പിന്നെ ശനിയാഴ്ച ഡാഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 143 പ്രസിഡന്റുമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെല്ലാവരും തമ്പുരാന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ തിരുനാളിൻ്റെ അവസാനത്തെ ഡെക്കറേഷനാണ് ജേസൻ ചേട്ടൻ്റെ വക സ്പെഷ്യൽ. ലീൻ ചേച്ചി മേരി ചേച്ചി ഓൾറെഡി പ്രാക്ടീസിന് വരുമ്പോഴേ ഡ്രസ്സ് മാറി വന്നു കേട്ടോ, സാരി. എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അത് ഡാഡി വന്നിട്ടുണ്ട് കേട്ടോ. ഡാഡി ഓൾറെഡി തലേദിവസം രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പ്രാക്ടീസിനൊക്കെ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡാഡി പണ്ട് ഇപ്പോഴും എൻ്റെ കൂടെ പ്രാക്ടീസിനും കാര്യങ്ങളും. പള്ളിയിലാണെങ്കിൽ എൻ്റെ കൂടെ അനിയത്തി ഉണ്ടാവും, ചേതന കൊയറാണെങ്കിൽ മമ്മി ഉണ്ടാവും, ബാക്കി പരിപാടിക്ക് ഡാഡി. അപ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഡാഡിക്ക് പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു കേട്ടോ. പെട്ടെന്ന് പോയി ചായ കുടിച്ച് ആദ്യമായിട്ട് ഇത്രയും സ്പീഡിൽ ഞാൻ മാറണേ. എല്ലാവരും ഈ കളർ സാരിയാണ്, ലാവൻഡർ കളർ സാരി. നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ മേരി ചേച്ചി ആട്ടോ അന്നത്തെ ദിവസം പെരുന്നാളുടെ അന്ന് ബൈബിൾ വായിച്ചത്. കണ്ട എല്ലാവരും ഇത് മേരി ചേച്ചിയുടെ സെലക്ഷൻ ആട്ടാ. നമ്മുടെ ഓഫീസിലത്തെ മേരി ചേച്ചിയുടെ സെലക്ഷൻ ഈ സാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരു മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഓൾട്ടർമേലത്തെ ഫ്ലവർ ഡെക്കറേഷൻ മൊത്തം നമ്മുടെ ജേസൻ ചേട്ടനാണ് ചെയ്തേക്കണം കേട്ടോ. ജേസൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി. ഈ കളർ സാരി കുറേ ഫോട്ടോ എടുത്തിട്ടും മതിയാവുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസത്തെ അച്ഛൻ നല്ല കുർബാനയായിരുന്നു. അങ്ങനെ കുർബാന കഴിഞ്ഞ് വീണ്ടും പ്രദക്ഷിണം. ഈ പ്രാവശ്യം ആ സമയത്തൊന്നും മഴ പെയ്തില്ല കേട്ടോ. അത് പറഞ്ഞ പോലെ പുണ്യാളുടെ അനുഗ്രഹം. അത് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര സൂക്ഷിച്ച് അവൻ കുരിച്ച് പിടിക്കണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഫുൾ ലൈറ്റുകളല്ലേ. അപ്പോൾ ഇത് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ടാവില്ലേ. അത് കാരണം ഭയങ്കര സൂക്ഷിച്ച് കണ്ടാണ് അവൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ.
ഞായറാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ, നിറയെ കുട്ടികളുണ്ടായിരുന്നു. കേറ്റസം കുട്ടികൾ, കുഞ്ഞു കുട്ടികളായിരുന്നു കൂടുതൽ, വലിയ കുട്ടികളിനെക്കാട്ടും. അവരുടെ പാരൻസിന് വേണം പ്രത്യേകം താങ്ക്സ് പറയാനായിട്ട്. ഇത് നമ്മുടെ ഓഷു ഗ്യാങ്ങൊക്കെ നടക്കണുണ്ട്. പിന്നെ ഫുൾ ഇത് നമ്മുടെ ഗ്യാങ്ങുകളാണ് മൊത്തം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പെണ്ണുങ്ങളുടെ ഇതിന് ചെണ്ടമേളത്തിന് ശേഷമാണ് നമ്മുടെ പ്രസിഡൻറ്റുകൾ വരിവരിയായിട്ട് വരുന്നത്. എല്ലാവരും ഒരു ഒരേ കളർ സാരി എടുത്ത് ക്യാൻഡിലൊക്കെ പിടിച്ച് വരുന്നതാണ് നല്ല രസമല്ലേ. നമ്മുടെ ലവ്ലി ആൻറ്റി, ആനി ആൻറ്റി, ലിസി ആൻറ്റി ഒക്കെ. ഞാൻ മേലെ നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അവർക്ക് സഹിക്കണില്ല. സിനി ചേച്ചി, മാറ്റങ്ങൾ എല്ലാവരും ഇട്ട്, മേരി ചേച്ചി എല്ലാവരും അവിടെ എത്തിയപ്പോൾ എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രദക്ഷിണത്തിന് വരാത്തതിന് ഞാൻ മടി പിടിച്ച് അവിടെ നിന്ന് മടി പിടിച്ച്. അവർ ഓൾറെഡി ആദ്യം പോയി. പിന്നെ എനിക്ക് തന്നെ പോകാൻ വലിയ താല്പര്യമില്ല. ബാൻഡ് സെറ്റ് പ്രദക്ഷിണം പോയ നേരത്ത് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാർ പോയിട്ടാണ്. പിന്നെ നമ്മുടെ ആൻലോണ ഞങ്ങളുടെ കീബോർഡിസ്റ്റ്, അവൻ വായിച്ചു. അവൻ ആദ്യമായിട്ട് ഞാൻ അവനിങ്ങനെ ഫോർമൽ ഡ്രസ്സുകളൊക്കെ കാണാൻ അവൻ എപ്പോഴും ടീഷർട്ട് ഇട്ടിട്ട് വരാറ്. ഇന്ന് ഭയങ്കര ഒരുങ്ങി വന്നിട്ടുണ്ട് ആൻലോണ എന്തായാലും. അത് കഴിഞ്ഞ് പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങളുടെ ഫോട്ടോ സെഷൻ കണ്ട എല്ലാവരും ഒരേപോലെ ഡ്രസ്സിട്ട് ഭയങ്കര രസമുണ്ട്. അതിപ്പോൾ ഏത് കളർ ഡ്രസ്സാണെങ്കിലും ഒരേപോലെ എല്ലാവരും ഇടുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. കണ്ട 143 പേരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആ ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോസുകളൊക്കെ കാണാം. അതെ, അപ്പോഴേക്കും അമ്മച്ചാരനും ഡാഡിയൊക്കെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ, അപ്പോഴേക്കും അമ്മനെ താഴത്തുനിന്ന് വിളിച്ച് ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് നിറച്ചിട്ടിട്ട് പിന്നെ താഴെ ഫ്യൂഷൻ നടക്കുമായിരുന്നു. ഫ്യൂഷൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെണ്ടമേളവും പ്ലസ് വയലിനും ഇതൊക്കെ ഫ്യൂഷൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേജ് ഇട്ടിട്ടുണ്ടെങ്കിലും സ്റ്റേജിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. കണ്ട അവർ മറ്റേത് സ്റ്റേജിൽ നിന്നിട്ട് കൊട്ടിരുന്നതൊക്കെ. ഈ പ്രാവശ്യം ഗിറ്റാറും വയലിനൊക്കെ മഴ കൊള്ളാണ്ടിരിക്കാൻ ആ സൈഡിൽ നിന്നു. പക്ഷെ പിള്ളേർ ഫുൾ എൻജോയ് ചെയ്തു. മഴയത്ത് അവർ പറയായിരുന്നു വേറൊരു വൈബായിരുന്നു. അവർ ഫുൾ നനഞ്ഞു. ഞാൻ ദൈവമേ അവൻ ഇറങ്ങല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ കണ്ട ഫുൾ തുള്ളലാ. അനു, സിൻചേച്ചി, ജോയൽ, ക്രിസ്റ്റോ, ആൻലോണൊക്കെ ആദ്യമായിട്ട് ഞാൻ ഇത്ര എൻജോയ് ചെയ്യണ കാണുന്നത്. ക്രിസ്റ്റോനൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കണ്ട അവൻ അറുമാദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതെ ഞാൻ അവൻ ഇറങ്ങല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പം വിചാരിച്ചിരിക്കുകയാണ് എവിടെ അവൻ ഇറങ്ങി. ഇത് നമ്മുടെ നാൻസിയും ജിയും കണ്ട, അമ്മയും മോളുടെയും ഡാൻസ് കണ്ട. അതാണ് ഞങ്ങൾ ആരും ഇറങ്ങിയില്ല കേട്ടോ. നാൻസി ഫുൾ സാരിയൊക്കെ എടുത്തിട്ട് ഇറങ്ങി ഭയങ്കര ഡാൻസായിരുന്നു കണ്ട. ക്രിസ്റ്റ്യനൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണണേ. അടിച്ചു പൊളിച്ചിട്ടുണ്ടല്ലോ അവരെന്തായാലും. നല്ല ബ്ലാക്ക് ഷർട്ട് വൈറ്റ് പാൻറ് ഇട്ട് കളിക്കുന്നത് നമ്മുടെ അമ്മനാട്ടാ. അവൻ തകർത്ത്. അവൻ മാത്രമല്ല, ഓൾട്ടർ ബോയ്സ് എല്ലാവരും ഇറങ്ങി. പനി വന്നിട്ടില്ല ഇതുവരെ, ഭാഗ്യം. പക്ഷെ വൈറ്റ് പാൻറ് ഇതുവരെ വെളുപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഫുൾ ചെളിയാണ് അതിന്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഞങ്ങൾ 3-4 നിലയുടെ മേലെ നിന്നിട്ടാണ് കണ്ടിരുന്നിട്ട്. അനു ഫുൾ ഇതിലായിരുന്നു, ഡാൻസിൻ്റെ മൂഡിലായിരുന്നു അനു. മൊത്തം അനു അറിയാണ്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കാം. അപ്പോൾ ഇതേ നമ്മുടെ നാൻസിയുടെ ഫോട്ടോ സെഷൻ അവിടെ. നാൻസി അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കണു. അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് മറ്റേ ടോം ആൻഡ് ജെറി ഉണ്ടായിരുന്നു. അപ്പോൾ ടോം ആൻഡ് ജെറിയുടെ മുമ്പിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും ജെസ്സി മിസ്സും അനു, മേരി ചേച്ചിയുടെ അനുവും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഫോട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല. ഫോട്ടോ ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി, ഇതിപ്പോൾ നമ്മുടെ ഡിവോണിൻ്റെ അമ്മയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നിന്നിട്ട് ഒരു ബായ് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും കണ്ട ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, ലേറ്റായിപ്പോയി. അങ്ങനത്തെ എല്ലാവരും കൂടി നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങൾ അടിച്ച് പൊളിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് 3 ദിവസത്തെ ഒന്നിച്ചിട്ട് കാരണം
അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാൻ കണ്ട അവിടെയുള്ള എല്ലാവരും വെച്ചിട്ട് നമ്മൾ ടാറ്റ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.